എന്തുകൊണ്ടാണ് ഇന്നലെ ഈ നേരം പുലരുമ്പോഴേക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക വന്നത്? ട്രംപ് വന്നത് എന്തുകൊണ്ടാണ്? മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണോ? അതിനപ്പുറത്തേക്ക് ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അതിലുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അമേരിക്ക ബോധവാന്മാരാണ് എന്നതുകൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഗാർഗ് ദ്വീപ് ഉൾപ്പെടെ പിടിച്ചടക്കാൻ പോകുമ്പോൾ ഏൽക്കാൻ പോകുന്ന വലിയ തിരിച്ചടികളെക്കുറിച്ച് അമേരിക്കയ്ക്ക് നല്ല ബോധ്യവുമുണ്ട്. അതുകൊണ്ടാണല്ലോ. അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദം അത് ഏതറ്റം വരെയും പോകുമെന്ന് നമുക്കറിയാം. കാരണം ആഗോള സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി അത് വളരെ വലുതായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് എത്രയോ അപ്പുറം 10 മടങ്ങായിരിക്കും. അപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമവും ഏത് തരത്തിലാണ്? ഏറ്റവും പ്രധാനം, എന്തുകൊണ്ട് ട്രംപ് വെടിനിർത്തൽ തീരുമാനത്തിൽ നിന്ന് അത് നീട്ടിവെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് MCA. മഹേഷത്തിൽ തുടക്കം മുതൽ തന്നെ ഇത് എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനോ എന്താണ് തങ്ങൾ ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി നൽകാനോ ഇതുവരെയും ട്രംപ് ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞത് റെജീം ചേഞ്ചാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ റെജീം ചേഞ്ച് നടക്കില്ല എന്നൊരു ഘട്ടമായ ഒരവസ്ഥയിൽ ഇപ്പോൾ ആകെ ഒരു ഉപാധിയായിട്ട് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പറയുന്നത് ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ ഒരു നിലയ്ക്കും അനുവദിക്കുകയില്ല എന്ന്. അപ്പോൾ ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ട്രംപ് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് ഇസ്രായേലിന്റെ മാത്രം താല്പര്യമാണ്. ആ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിട്ടത് എന്ന പരാതി അമേരിക്കക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ട്രംപിന്റെ ജനപ്രീതി വലിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറാൻ യുദ്ധത്തോടുകൂടി ഏറ്റവും ചുരുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് ആ ജനപ്രീതിയുടെ ഗ്രാഫ് താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ അമേരിക്കയിലും ഇന്ധനവില വലിയ തോതിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം. ലോകരാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ആരും തന്നെ ട്രംപിന്റെ ഈ ഒരു യുദ്ധത്തെ പിന്തുണയ്ക്കാതെ പോയതിന്റെ അവസ്ഥ. ഏറ്റവും പ്രധാനം, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ പോലും ഈ ഒരു ഹോർമുസ് കടലിടുക്ക് സ്തംഭിപ്പിക്കുന്ന നീക്കത്തിനെതിരെ, അവിടെ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നീക്കത്തിനെതിരെ ഒക്കെയും വളരെ കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഇത് സ്വതന്ത്രമായ ഒരു കപ്പൽപാതയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ, തങ്ങളുടെ താല്പര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അത് തങ്ങളുടെ സാമ്പത്തിക നിക്ഷേപ താല്പര്യങ്ങളെ, തങ്ങളുടെ കെട്ടുറപ്പിനെ, ഐക്യത്തെ എല്ലാം ബാധിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ മേഖലയിലെ രാജ്യങ്ങൾ കൂടി നൽകുന്നത്. അതുകൊണ്ട് ആ ഒരു ഒറ്റപ്പെടൽ കൂടി മുൻനിർത്തിക്കൊണ്ടാണ്. കാരണം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകാൻ വേണ്ടി പരമാവധി സൈനിക സമ്മർദ്ദം ഒരു ഭാഗത്ത് തുടർന്നു. പക്ഷെ അത് ഇറാൻ പൂർണ്ണമായിട്ട് അവഗണിച്ചു. പിന്നെയുള്ള ഏക മാർഗം എന്നത് യുദ്ധം പുനരാരംഭിക്കുകയാണ്. പക്ഷെ അതിന് ഉതകുന്ന ഒരു അനുകൂലമായിട്ടുള്ള സൈനിക സാഹചര്യമോ, ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അത് സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങളും എല്ലാം വിലയിരുത്തിയാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ ഈ ഒരു വെടിനിർത്തൽ ഏകപക്ഷീയമായി തന്നെ നീട്ടാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം. പക്ഷേ തുടർന്നും ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നപരിഹാരത്തിന്, ഒരു മാന്യമായിട്ട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു മാർഗമാണ് ഈ ഘട്ടത്തിലും ട്രംപ് ആരായുന്നത്. അതായത് ഇപ്പോൾ ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നുള്ളത് അമേരിക്കക്കാണ് അതിലേറ്റവും കൂടുതൽ താല്പര്യം. അതല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉയർത്തിക്കെട്ടിപ്പൊക്കിയ അവരുടെ ആ പേരിന് വലിയ കളങ്കമാകുമെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട് എന്ന് അനുമാനിക്കാം. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു മാന്യമായിട്ടുള്ള ഒരു പിന്മാറ്റം. കാരണം ഈ യുദ്ധം തുടരാൻ ട്രംപിന് താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൊക്കെ വ്യക്തമാണ്. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഇറാന്റെ നാവികസേന പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടു, ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം തകർക്കപ്പെട്ടു, ആണവ പദ്ധതി തകർക്കപ്പെട്ടു. ഇനി എന്ത് യുദ്ധം എന്നതിനൊരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമില്ല എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുകയാണ്. പക്ഷെ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ വിദഗ്ധരും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടേത് ഈ മേഖലയിൽ വളരെ വലിയ തോതിൽ ദുർബലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ നേരിടാൻ തൽക്കാലം ട്രംപിന് താല്പര്യമില്ല. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാൻ ഒരു മേൽക്കോയ്മ കിട്ടി എന്ന ഒരു പ്രതീതി ഇല്ലാതാക്കണമെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുകയും വേണം. അതാണിപ്പോൾ പാകിസ്ഥാനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ മധ്യസ്ഥ നീക്കങ്ങളിലൂടെ ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. അത് നടപ്പായി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിലും ട്രംപ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചർച്ചകളോട് ഈ സ്വഭാവത്തിലുള്ള ഒരു തിരസ്കാരം ഇറാൻ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും അടുത്ത കുറേ ദിവസങ്ങളെങ്കിലും തുടരുക.
യെസ്, താങ്ക് യു. MC N നാസറാണ് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിക്കേണ്ടത്, ഈ സംഘർഷം അവസാനിക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ പ്രഥമ ആവശ്യമായി തന്നെ മാറുകയാണ്. കാരണം അവർ ഇറാനിൽ ചെന്ന് അവിടെ വിറപ്പിച്ച് പോകാം എന്ന് കരുതിയാണ് ഒരു പക്ഷേ ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇറാൻ അവിടെ നൽകിയിരിക്കുന്ന, അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന തിരിച്ചടികൾ ചെറുതല്ല. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അത് ഗൾഫ് രാജ്യങ്ങളിലാകെ വലിയ തോതിൽ ആശങ്ക പടർത്തിയ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സമ്മർദ്ദവും സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇല്ല എന്ന് ഇറാൻ പറഞ്ഞതിന് ശേഷവും വെടിനിർത്തൽ കരാർ അത് ദിവസങ്ങളോളം ഇനി നീട്ടാം, അനിശ്ചിത കാലത്തേക്ക് നീട്ടാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ട്രംപ് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അതിനെ കാണേണ്ടി വരും.